ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സരവണ ഭവൻ ചന്നം മസാല കടലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടേ വരൂ, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ചന്നം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം കടല ഒരു 5 മണിക്കൂർ കുതിർത്തി വെച്ച് കഴുകിയെടുത്തതാണ്. ഇതിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ഒരു മൂടി തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം കറി മസാലപ്പട്ട, ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ പെരുംജീരകം, ഒരു 10ഓളം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 3 ഏലക്ക, ഒരു 2 ഗ്രാമ്പു, ഇത്രയും ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനൊരു മൺപാത്രം എടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 സവോള സ്ലൈസായി അരിഞ്ഞത്, ഒരു പഴുത്ത തക്കാളി, ഇത്രയും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇതുപോലെ ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആറിയ ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി സെയിം പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബിരിയാണിയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഈ എണ്ണയിൽ ഈ മുളക് പൊടിയുടെ മസാലയുടെയൊക്കെ ഈ ഒരു കുത്തൽ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് ചേർക്കുക. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഈ ഉള്ളി ഒരു ബ്രൗൺ കളറായി വരണം. നന്നായി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് സെറ്റായി വരുമ്പോൾ ഈ മസാല കൂട്ടുകളൊക്കെ നന്നായി ഒന്ന് ഈ എണ്ണയിലൊന്ന് പിടിച്ച് വരും. അപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നല്ല ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴാണ് ഈ മസാലയുടെ ടേസ്റ്റ്. കാരണം നമ്മളെപ്പോഴും മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഈ മസാലക്കൂട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണ്ട. ഇതുപോലെ ആയി വരണം. ഇങ്ങനെ ആയി വരുമ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി ചേർത്ത് ഇത് ഈ കടലയിൽ മസാലകളൊക്കെ പിടിക്കുന്നവരെ എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കറിയിലേക്ക് അരച്ച് ചേർക്കാനാണ്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഇതും കൂടെ ചേർത്തിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തേങ്ങയുടെ അരച്ച് വെച്ചിട്ടുള്ള ആ വെള്ളവും കൂടെ ചേർത്തിട്ട്, വെള്ളമൊക്കെ നമ്മൾ അളവിനെടുക്കണം. കാരണം ഇത് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ചന്ന മസാല ഉണ്ടാക്കുന്നത്. എന്നാലും കൂടുതൽ വെള്ളം ആവാനും പാടില്ല, എന്നാൽ കൂടുതൽ തിക്കാവാനും പാടില്ല. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ കടല വേവിക്കുമ്പോഴും ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടണം കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ കടല ചേർക്കാം. ഇത് നമ്മൾ കറിക്ക് നല്ല കുഴമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. ഇത് കട്ടയില്ലാതെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കുമ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. തുടരെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ തേങ്ങയുടെ ഈ മസാലയുടെയൊക്കെ ഒന്ന് കുത്തൽ മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചാറൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് കണ്ട.
ഇനി അടി ചേർത്തിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങയുടെ അരപ്പും കടലയുടെ അരപ്പൊക്കെ ചേർത്തിയതല്ലേ, അപ്പോൾ ഒന്ന് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചാറ് കുറുകും തോറും അത് അടിപ്പിടിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതും കൂടെ നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. സരവണഭവൻ ചന്ന മസാല കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഈ നെയ്യാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നെയ്യിൻ്റെയും ഈ മസാലയുടെയൊക്കെ ഈ ഫ്ലേവർ അടിപൊളി ടേസ്റ്റാണ്. ഈ സരവണഭവൻ കറിയുടെ ടേസ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ, അതാണ് ഇതിനെ രുചി കൂട്ടുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയും രുചികരവുമായിട്ടുള്ള സരവണഭവൻ ചന്ന മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് റൊമാലി റൊട്ടിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.